സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി വളരെ മെലിഞ്ഞു പോയ സന്ദർഭത്തിൽ പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സൗബാനെ, എന്തേ നിങ്ങൾ വല്ലാതെ മെലിഞ്ഞു കാണുന്നല്ലോ? നിങ്ങളെ തടിയൊക്കെ ക്ഷീണിച്ച് വല്ലാത്ത അവസ്ഥയാണല്ലോ കാണുന്നത് എന്ന് പറഞ്ഞപ്പോ സൗബാൻ റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തത്, പുണ്യ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മെലിഞ്ഞതിന്റെ കാരണം തങ്ങൾക്ക് അറിയണോ? തങ്ങൾ പറഞ്ഞു, അറിയണം, നീ പറയുക. ആ സന്ദർഭത്തിലാണ് സൗബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഹബീബേ, നാളെ ഞാനും നിങ്ങളും വഫാത്തായി കഴിഞ്ഞാൽ, നിങ്ങൾ വഫാത്തായി ഞാൻ മരണപ്പെട്ടു, ഇങ്ങനെ സംഭവമുണ്ടായാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലീൻ എന്ന് പറയുന്ന ഉന്നതമായ ആളുകൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള ഉന്നത പദവിയിലേക്ക് അല്ലാഹു തങ്ങളെ അങ്ങോട്ട് അയക്കുമല്ലോ. ഈ സൗബാന് മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ സ്വർഗാവകാശിയാണെങ്കിൽ തന്നെ സ്വർഗത്തിന്റെ ഏതെങ്കിലും താഴെ തട്ടിലാണല്ലോ ഞാൻ ഉണ്ടാവുക. ഹബീബേ, പലപ്പോഴും തങ്ങൾ ഈ മദീനയിൽ വന്നിരിക്കുമ്പോ ആരും കാണാതെ വളരെ രഹസ്യമായി ദൂരെ നിന്നുകൊണ്ട് ഹബീബിന്റെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ വല്ലാതെ സൂക്ഷിച്ചു നോക്കാറുണ്ട്. നബിയേ, എനിക്ക് അങ്ങയെ കാണണമെന്ന് തോന്നുമ്പോ ഈ പുണ്യഭൂമിയിൽ വന്നിട്ട് എനിക്ക് അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ കഴിയും. പക്ഷേ നാളെ തങ്ങൾ വഫാത്തായി കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെടുകയും കഴിഞ്ഞാൽ, ഞാൻ മരണപ്പെട്ടിട്ട് എനിക്ക് സ്വർഗാവകാശം ലഭിച്ചാൽ തന്നെ സ്വർഗത്തിന്റെ ഏതെങ്കിലും താഴെ തട്ടിലാവും സൗബാൻ ഉണ്ടാവുക. തങ്ങളോ, തങ്ങൾ സ്വർഗത്തിന്റെ ഇല്ലീൻ എന്ന മേലെ പദവിയിലാണ് തങ്ങൾ ഉണ്ടാവുക. സൗബാൻ ഇന്ന് ഭൂമിയിൽ ജീവിക്കുമ്പോ തങ്ങളെ കാണാൻ ആഗ്രഹിച്ചാൽ ഒന്ന് വന്നിട്ട് തങ്ങളുടെ മുഖത്തേക്ക് എനിക്ക് വന്ന് നോക്കാൻ സാധിക്കും. പക്ഷേ നാളെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ, ഉന്നതമായ സ്ഥാനത്ത് തങ്ങളിരിക്കുമ്പോ താഴെ തട്ടിൽ കിടക്കുന്നവർക്ക് ഉന്നതമായ തട്ടിലേക്ക് പ്രവേശനമില്ലല്ലോ. നബിയെ, ആ കാര്യത്തെ കുറിച്ചോർത്തിട്ട് നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പുണ്യ ഹബീബിന്റെ മുഖം എനിക്ക് കാണാൻ സാധിക്കില്ലല്ലോ എന്ന ചിന്തയാണ് ഹബീബെ എന്റെ ശരീരത്തെ ഈ രൂപത്തിൽ മെലിപ്പിച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞ സൗബാൻ റളിയല്ലാഹു അൻഹു